കാരാഗ്രഹത്തിൽ കിടന്ന് പൗലോസും ശീലാസും കയ്യിൽ വിലങ്ങ് കിടക്കുകയാണ്. ഒരു നിമിഷം നോക്കുകയാണെങ്കിൽ പൗലോസും ശീലാസിനും പറയായിരുന്നു, പ്രാർത്ഥിക്കാമായിരുന്നു, കർത്താവെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കണം, കർത്താവെ ഞങ്ങളുടെ ചങ്ങലയൊന്ന് അഴിയണം എന്നൊന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷേ വചനം വായിച്ചാൽ അവിടെ അറിയാം പൗലോസും ശീലാസും സ്തുതിക്കാൻ തുടങ്ങിയെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ചത്. വലിയൊരു ഭൂകമ്പമുണ്ടായി, ചങ്ങലകൾ അഴിഞ്ഞു. പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ പറയട്ടെ, ആരാധിക്കുന്ന ചിലരോട് ഞാൻ പറയട്ടെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരോട് ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പ് നൽകാം. നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ ആരാധിക്കുന്നത്, ഇന്ന് പകൽക്കാല ഭൂകമ്പത്തെ ഉണ്ടാക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചങ്ങലകൾ അഴിയുന്ന ശുശ്രൂഷകന്മാരായിട്ട് ഇന്ന് പകൽക്കാലം കർത്താവ് ഇതിനകത്ത് വലിയൊരു സെലക്ഷനെ നടത്തുകയാണ്. സെലക്ഷൻ. അഭിഷേകമുള്ളവർ കാല് ചവിട്ടിയ സ്ഥലം മാത്രമല്ല, അഭിഷേകമുള്ളവർ കണ്ണുകൊണ്ട് നോക്കുന്നത് അവർക്ക് സ്വന്തമായി കൊടുക്കുന്ന സീസൺ തുറക്കുകയാണ്. ഞാൻ ഇതിന് തെളിവ് തരട്ടെ. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലാനല്ല, നിന്റെ തല ഉയർത്തി നോക്ക്, ഞാൻ അതിനെ നിനക്ക് അവകാശമാക്കി തരാം. ഇന്ന് പകൽക്കാലം ഹെവൻലി ടെന്റിനോട് ഞാൻ പ്രവചിക്കുകയാണ്. പ്രോപ്പർട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ പ്രവചിക്കുകയാണ്, നിങ്ങളുടെ തലകളെ ഉയർത്തി നോക്ക്, നിങ്ങളെ കണ്ണുകൊണ്ട് നോക്ക്, നീ നോക്കുന്ന സ്ഥലം നിനക്ക് അവകാശമാക്കി തരാൻ പോകുകയാണ്.